World International Laugh Day wishes. ഞാൻ സാധാരണ മലയാളം പറയാം, മലയാളിയല്ല, മലയാളം പറയും. പക്ഷെ ഇത് ഫോറിൻ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കാരണം ഇന്റർനാഷണൽ ക്ലബിനൊക്കെ അയച്ചു കൊടുക്കുന്നത്. രണ്ട് വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങളോട് അനുവാദം തോന്നുന്നു. ഓക്കെ, സോ വി ആർ സെലിബ്രേറ്റിംഗ് വേൾഡ് ലാഫ് ഡേ ഫ്രം Cochin, Kerala, India. We have got a special guest from France. And he is also a laughter yoga lover. His wife is a laughter yoga teacher. He is sitting here, Mr. Silver. Okay, so let us celebrate the World Laughter Day. Okay, thank you all. From Sunil Kumar, Kerala Laughter Yoga, Dr. Santosh, you everybody. Thank you. Very good. Very good. എല്ലാവരും മുഖത്തിൽ നല്ല ശരിയൊക്കെ ചിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. കാരണം നിങ്ങളുടെ എല്ലാം സ്ഥാനം എന്റെ ഹൃദയത്തിലാണ്. പേര് സാറ് പറഞ്ഞു സന്തോഷം എന്നാണ്. കൊല്ലമാണ് സ്വദേശം. പേരിലുണ്ട് സന്തോഷം. അതിൽ എന്നും എന്റെ മാതാപിതാക്കളോട് ഞാൻ കടപ്പെട്ടവനാണ്. കാരണം എനിക്ക് വേറെ ഏത് പേരിട്ടാലും ഇത്രയും ഞാൻ സന്തോഷമല്ല. പക്ഷെ എന്റെ പേര് അങ്ങനെ ആയതിലാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ചിരിക്കാതെ എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിരിക്കുക എന്നുള്ളത് എന്റെ ഒരു സന്തോഷമാണ്. ഞാൻ സാറിനെ പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല ചിരിക്കുന്നത്, എനിക്ക് മാത്രമല്ല ഭ്രാന്തുള്ളത് കുറെ എന്ന് മനസ്സിലാക്കി. ഒപ്പം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാഷൻ ഇതല്ല, മൈൻഡ് ട്രെയിനിങ് ആണ്. മനഃശക്തിയെ കൂടുതൽ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക, എങ്ങനെ മറ്റുള്ളവർ എനർജി ആകുക, ബൂസ്റ്റപ്പ് ആകുക, തളർന്നു വീണ് കിടക്കുന്ന ഏത് മനുഷ്യരെയും ഉദ്ദീപിപ്പിക്കുക. ഇതാണ് എൻ്റെ ഒരു ലൈഫ് പാഷനായിട്ട് ഞാൻ കാണുന്നത്. ഒരാളിൽ നിന്നും ഒരു ഫീസ് പോലും ഈടാക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുകയാണ് കഴിഞ്ഞ 20 വർഷമായിട്ട്. അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഫൗണ്ടറാണ്. അതിന്റെ പ്രത്യേകത, ആർക്കും മൈൻഡ് ട്രെയിനിങ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. കൗൺസിലിംഗ്, മെന്ററിംഗ്, മൈൻഡ് റീഡിംഗ്, മൈൻഡ് തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് ഓരോരുത്തരെ ഡെവലപ്പ് ആകുന്നതനുസരിച്ച് അതിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക്, അതായത് 36ഓളം വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ വ്യക്തികളെയും നമ്മൾ കാണുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ സന്തോഷം കിട്ടുന്നത്, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ ആനന്ദം കിട്ടും. ആ ആനന്ദം കാണുമ്പോൾ എന്റെ മനസ്സിൽ സന്തോഷം കിട്ടും. ഇതേ ഉള്ളൂ ഞാൻ അതിനകത്തൂടെ കാണുന്നത്. അങ്ങനെ തുടങ്ങി 20 വർഷത്തോളം ആവുന്നു. നിലവിലെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവസരങ്ങൾ എന്നെ തേടി എത്തുന്നത്. ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയുണ്ട്, ഒരു കർത്തവ്യമുണ്ട്. അതിന് എനിക്കൊന്നും തരണ്ട, പകരം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും അവരവരെ യാത്ര ചെയ്യുമ്പോഴോ പുറത്തോട്ടിറങ്ങുമ്പോഴോ കാണുന്ന ഒരാൾക്ക് ഒരു പൊതി ചോറ് വാങ്ങിച്ചു കൊടുക്കുക. ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെ കണ്ടെത്തി ഒരു പൊതി ചോറ് വാങ്ങിച്ചു കൊടുക്കുക. അതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ ആരും എനിക്ക് പൈസ അയച്ചു തരണ്ട, അവരോട് ചെയ്യുക. ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്ത ഒരാൾക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുക, ദാഹിക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെ തുടങ്ങി ഇന്ന് 36ഓളം ഗ്രൂപ്പുകളിലായിട്ട് 3500 പരം ആൾക്കാര് ഇന്ത്യക്കകത്ത് പുറത്തോട്ടുണ്ട്. ആകെ ഒരു സന്തോഷം. അതായത് നമ്മൾ തുടങ്ങി വെച്ച അങ്ങനെ ഒരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് 10,500 പേരോളം തെരുവിൽ കിടക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അതിനുവേണ്ടിയാണ് ഞാൻ ഈ എഫേർട്ടുകൾ മൊത്തം എടുക്കുന്നത്. ഒരാൾ ഒരു പൊതി ചോറോ 2 പൊതി ചോറൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വീണ്ടും കൊടുക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം സന്തോഷിക്കുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് തെരുവിൽ കിടക്കുന്ന കുറേ പേര് പട്ടിണി മാറുന്നുണ്ട്, വിശപ്പ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങളോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൊടുക്കുന്ന അന്നമാണ്, ഈ കൊടുക്കുന്ന സ്നേഹമാണ്, ഈ കൊടുക്കുന്ന സന്തോഷമാണ് നിങ്ങൾ ഓരോ നിലയിലും എത്തിച്ചേരുന്നത്. എത്തിച്ചേരാൻ വേണ്ടി നമ്മളൊന്നും കൊടുക്കണ്ട, പകരം
നമ്മൾ സ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തേടി അവസരങ്ങൾ ഇങ്ങോട്ട് വന്നോളും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പോലെ തന്നെ ഈ ഇരിക്കുന്നവരെ പോലെ തന്നെ ലാഫ്റ്റർ യോഗയിൽ വന്നു, സാറിനെ പരിചയപ്പെട്ടു. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞാൻ എന്ത് കണ്ടാലും അതിൽ നിന്ന് നല്ല ബാക്കിലിരിക്കും, നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അതിലെന്ത് വിശേഷത എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാം, ഞാൻ ആ വിശേഷത എടുത്തതിന് ശേഷം മറ്റൊരാൾക്ക് എങ്ങനെ ഗുണകരമാകാം, അവസരങ്ങളെ നമ്മൾ ഓരോന്നിലും കണ്ടെത്തി അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിഭാവനം ചെയ്തു കൊടുക്കുമ്പോൾ അവസരങ്ങൾ നമ്മളെ വീണ്ടും തേടിയെത്തും എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്മകളുണ്ടാകട്ടെ. ഇവിടെ പഠിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ദിവസം ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ നമ്മൾ മൂലം ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അടുത്ത ലാഫ്റ്റർ യോഗയിൽ വരുമ്പോൾ നമുക്ക് ഈ ഹാളല്ല നമുക്ക് വേണ്ടത്, വലിയ ഹോള്. നമുക്ക് എല്ലാ മാസവും നമുക്ക് പറ്റുന്നവർക്ക് ഒന്നിക്കണം. എല്ലാ മാസവും ലാഫ്റ്റർ യോഗയുടെ ക്ലാസ്സുകൾ നമ്മൾ വിഭാവനം ചെയ്യണം. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ഒരു ചെറു പുഞ്ചിരി കൊടുക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, അങ്ങനെ പരസ്പരം നല്ലൊരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി എല്ലാവരും അശ്രാന്ത പരിശ്രമം ചെയ്യുക. എല്ലാവർക്കും വിജയം ഉണ്ടാകും. വിജയം നിങ്ങളോടൊപ്പമാണ്. സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ വിജയം നിങ്ങളെ തേടി വരും. ഞാൻ ഗാന്ധിജി പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട്. എന്നും എന്താവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഏതാവശ്യത്തിനും വിളിക്കാം. സാറിന്റെ അടുത്ത് മെലിഞ്ഞാന്ന് പോലെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ പറയും. ഞാൻ എന്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് 2 ദിവസമായിട്ട് മെലിഞ്ഞാന്ന് ഇന്നലെയും സാറിനോടൊപ്പം ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. തിരക്കെല്ലാവർക്കും ഉണ്ട്, പക്ഷെ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ തേടി അവസരങ്ങൾ വന്നോളും. ഒരിക്കൽ കൂടി എന്നെ കേട്ട എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്കറിയുന്ന ചെറിയ അറിവുകള് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു ടേൺ ബാക്ക് എന്ന് എടുത്ത് ഞാനിപ്പോ ഇവിടെ പറയേണ്ടത് ഡോക്ടർ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കഴിഞ്ഞ യോഗ നമ്മുടെ ലാഫ്റ്റർ യോഗ കോച്ചിങ് കഴിഞ്ഞ വർഷം കണ്ടുമുട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്കൂൾ ഓഫ് മൈൻഡ് പവർ എന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിലേക്ക് ഞാൻ മെമ്പറായി. അതിന്റെ എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരും. ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഞാൻ അതിൽ ചെയ്യാൻ പറ്റണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങാം. അങ്ങനെയുള്ള ഒരു കാര്യം എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കയറണം. അവിടെ പോയതിനു ശേഷം എൻ്റെ മനസ്സ് ശരിക്കും എൻ്റേതല്ലാതെയായിരുന്നു ചലിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും നമ്മൾ പറയില്ലേ, നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാനായിട്ട് എൻ്റെ തീരുമാനം എടുക്കുന്ന ഒരു പക്വത നമുക്കുണ്ടായിരുന്നില്ല. പറയാണ് ഇന്നത് നമ്മുടെ വിദ്യാഭ്യാസം, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കോളേജിൽ ചേർക്കുമ്പോഴും അച്ഛൻ പറഞ്ഞിരുന്ന ഗ്രൂപ്പ് എടുക്കാം, അതും എടുത്ത് പഠിച്ചു. അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇന്നാളെ കല്യാണം കഴിക്കാം, ആളെ കല്യാണം കഴിച്ചു. ഭർത്താവ് പറഞ്ഞു, അടുത്ത ഭർത്താവാണല്ലോ, നീ ഇന്നത് ചെയ്യാം, ജോലി ചെയ്യണ്ട, ജോലി ചെയ്തില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളോ നമ്മുടേതായ ഒരു ഡിസിഷൻ മേക്കിംഗ് ആ ഒരു പവറും നമുക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നവരെയാണ്. അത് കഴിഞ്ഞ് സ്കൂൾ ഓഫ് മൈൻഡ് പവറിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ മെൻറ്റർ കിട്ടുന്നതും ആ മെൻറ്ററിലൂടെയാണ് എനിക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് മനസ്സിലാക്കി തരുന്നതും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിലൂടെ കുറച്ച് അവാർഡുകൾ യോഗയിൽ തന്നെ എനിക്ക് കുറച്ച് ചില പല കുറച്ച് അവാർഡുകളെല്ലാം കിട്ടി. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഇങ്ങനെയായിരുന്നു യോഗ ട്രെയിനർ, ഞാൻ ബഹ്റൈനിൽ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, ആയിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ കുനിഞ്ഞു നിന്ന് പറയണം എന്ന് പഠിപ്പിച്ചു തന്ന ആവശ്യം ഡോക്ടർ സന്തോഷ് കുമാർ. അപ്പോൾ ഒരു വ്യക്തി വളരാനുള്ള ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ട്രാക്കിലൂടെ നടക്കാതെ എത്രയ്ക്കുണ്ടോ, നമ്മൾ പറയാ പല ആഗ്രഹങ്ങളും കൊണ്ട് നടക്കണം, അതിലൊരു ആഗ്രഹമായിരിക്കണം പൂർണ്ണമാവുന്നെന്ന് പറയുന്നത് പോലെ ഞാനൊരു ട്രാക്കിലൂടെ ഇങ്ങനെ പോവുകയല്ല. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും കൂടി ഈ സ്നേഹം നമുക്ക് എന്നും നിലനിൽക്കണം.
ലാഫ്റ്റർ യോഗ വളർന്നു വലുതാകട്ടെ. അതിന്റെ നട്ടലായിട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് എല്ലാവിധ ആശംസകളും നന്മകളും ഇതിനോടൊപ്പം ഞാനും നേരുന്നു. വേൾഡ് മുഴുവൻ 120 രാജ്യങ്ങളിലായിട്ട് 15 കോടിയോളം ആളുകൾ ചെയ്യുന്ന ഒരു വ്യായാമം കൂടിയാണിത്. അതിലൂടെ ചിരിക്കാൻ പഠിക്കാൻ പറ്റും, ചിരിക്കുന്ന ആളായി മാറാൻ പറ്റും. വളരെയധികം ഒരു എഫക്റ്റുള്ള ഒരു മേഖലയാണിത്. ഒന്നാമതായിട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും, രണ്ടാമതായിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻ ആക്റ്റീവ് ആവും. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും, കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സൗന്ദര്യം വർദ്ധിക്കും, ആയുസിന്റെ ദൈർഘ്യം വർദ്ധിക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ 10 വയസ്സ് കുറവ് തോന്നിക്കും. ചിരിനെ സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ന് പപ്പട കിട്ടിയില്ലെങ്കിൽ അടി, കാറിൽ പോയാൽ സൈഡിൽ കൂടെ പോയാൽ അടി, ഇതൊന്നും ഒരു കാര്യങ്ങൾ വളരെ ചിരിയോടുകൂടി സമീപിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഈ അടിയും പിടിയൊക്കെ നടക്കുന്നത്. ഈവൻ രാഷ്ട്രീയത്തിലും കൂടെ എല്ലാം ചിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മനഃശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒപ്പം ചിരി മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആയുസ് കൂട്ടിയും സന്തോഷം കൂട്ടിയും ടെൻഷൻ ഫ്രീ ലൈഫ്, ഇതാണ് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു സമയവും ഇതിനുവേണ്ടി മാറ്റിവെച്ചേക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതിന് പ്രധാന കാരണം മാനസിക സംഘർഷം ഇതൊക്കെയാണ്. അപ്പോൾ ചിരിയിലൂടെ ഒരുപാട് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം എൻഡോർഫിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ തന്നെ കുട്ടികളെ എനർജറ്റിക് ആവും. അപ്പോൾ ചിരി ഭരതമുനി നാട്യശാസ്ത്രത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ചിരിയെക്കുറിച്ച്. സ്മിതം ഹസിതം വിഹസിതം ഉപഹസിതം അപഹസിതം അതിഹസിതം പറയും. അപ്പോൾ ചിരിയെക്കുറിച്ച് പുരാണ ഗ്രന്ഥങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ മനുഷ്യരായ നമ്മൾ ചിരിക്കാൻ സമയം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ നമ്മൾ മറന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ചിരിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് ഇവർ. ഈ ചിരിദിനത്തെ എങ്ങനെ ഇവർ ചിരിച്ചുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത്? ഡോൺ മാത്യുവിനൊപ്പം ജിത്ത് ജോൺ, മനർ മനു. ഹായ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ചിരിദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കൊന്ന് ചിരിക്കാം. നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോക്സ് കേൾക്കാതെ ചിരിക്കാൻ പറ്റും. തമാശ പറയണമെന്നില്ല, കാരണം കംപ്ലീറ്റ് ശരീരം മുഴുവൻ ഇളകുന്ന മാതിരിയാണ്. ഞാൻ അതെ, പണ്ടൊക്കെ ടീച്ചർമാര് ക്ലാസ്സിൽ ചിരിച്ചു കഴിഞ്ഞാല് അപ്പൊ ദേഷ്യപ്പെടുകയാണ്. എനിക്കറിയാം 60കളിൽ 8-ലൊക്കെ പഠിക്കുന്ന കാലത്ത് 55-ൽ കാരണം ചിരിച്ചതിന് ബെഞ്ചിൽ കയറി നേരടിക്കും. ഒരു 5-6 വർഷം മുന്നേ ഞാൻ ഈ മറൈൻ ഡ്രൈവില് ലാഫിംഗ് ക്ലബ് എടുത്തി. മറ്റേ ഫ്ലാറ്റൊക്കെ ഇല്ല, മറ്റേ ഷിപ്പിന്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി അവിടെ ലാഫിംഗ് ക്ലബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോ ആ ഫ്ലാറ്റുകാർ വന്നിട്ട് പറയാണ് മക്കൾ അവിടെ നിന്ന് ചിരിക്കണമെന്നാണ് അവരുടെ പ്രശ്നം. എന്നിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. മക്കള് ചിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത രക്ഷിതാക്കളാണ് അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുത്തുന്നത്, ആ മനോഭാവത്തിന് തന്നെ മാറ്റം വരുത്തുന്നുണ്ട്. മക്കള് ചിരിക്കാൻ പാടില്ല. സ്കൂളിൽ ടീച്ചർമാര് പറയും, ടീച്ചർമാര് അന്ന് മുതലേ പിള്ളേരെ പ്രഷർ ചെയ്ത് ചിരിക്കാനുള്ളത് അടിച്ചമർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേമാതിരി ഒരു ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് കിടന്ന കിടപ്പില്ല കുഞ്ഞുങ്ങളില്ലേ, 300 തവണ ചിരിക്കും. പിന്നെ ചിരി കുറഞ്ഞ് ഒരു 18 വയസ്സാകുമ്പോൾ ചിരി കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ചിരിക്കാൻ തുടങ്ങണമെങ്കിൽ ഒരു 60 വയസ്സ് കഴിയണം. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ചിരിക്കുകയില്ല, അവര് റിട്ടയർമെന്റ് കഴിയുമ്പോഴാണ് ചിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിക്കുന്നത്. അപ്പൊ ചിരി വലിയ പ്രാധാന്യമുണ്ട്. അതിന്റെ എന്താ ഗുണം വെച്ചാല്, ഒന്നാമത്തെ നമുക്ക് സ്ട്രെസ് കുറയും, രണ്ടാമത്തെ ഇന്റേണൽ ഓർഗൻ ആക്ടിവേറ്റ് ചെയ്യും. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും, കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. ഓക്സിജൻ കൂടുതലായിട്ട് നമ്മളെ ഉള്ളിലേക്ക് ആകരണം ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയും ചെയ്യും. പിന്നെ പറഞ്ഞാൽ കൊണ്ട് നമ്മളെ കൂടെ ഒരു എനർജി ഓറ എപ്പോഴും ഉണ്ടാവും. ഈ എനർജി ഓറ ആളുകളെ ആകർഷിക്കാൻ വളരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഫോണിലൂടെ സംസാരിച്ചാൽ പോലും ഈ എനർജി ഓറ വർക്കൗട്ട് ആവും. 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത്.
ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. റിയൽ ലാഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയുള്ള ചിരിയാണ്. ഇപ്പൊ ലാഫ്റ്റർ യോഗ വന്ന് 4 സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാപ്പിംഗ്, സെക്കൻഡ് ബ്രീത്തിങ്, തേർഡ് ചിൽഡ്രൻ ഫോർ പ്ലേഫുൾനെസ്,